കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹിന്ദു ദൈവങ്ങളിൽ ഏത് ദൈവത്തിനാണ് ഏറ്റവും കുറുമ്പ് എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും സംശയിക്കാതെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണന്, നമ്മുടെ ഗുരുവായൂരപ്പന് ഇത്രയും കുറുമ്പുള്ള രസകരമായ വികൃതിയുള്ള ഒരു കുട്ടിക്കുറുമ്പനെ ഹിന്ദു പുരാണങ്ങളിൽ കാണാൻ സാധിക്കില്ല, സംശയമില്ലാതെ പറയാം. കണ്ണൻ്റെ മായാവിലാസങ്ങൾ, ലീലാവിലാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കഥകൾ ഒരുപാടുണ്ട്. പഴയ കാലം മുതൽ നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നുമുണ്ട്. പുതിയ കാലത്തും അത്തരം കഥകൾക്ക് പഞ്ഞമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങൾ, ഉണ്ണിക്കണ്ണൻ്റെ മായാവിലാസങ്ങൾ, പലതരം അത്ഭുത കഥകൾ, ഇവയൊക്കെ പല കാലങ്ങളായി പറഞ്ഞും കേട്ടും നമ്മൾ ശീലിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ ജോസഫ് ലീവ് എടുക്കുകയാണ് കടയിൽ നിന്ന്. കല്യാണം അടുത്ത് വന്നതോട് കൂടിയിട്ട് ഇനി 2-3 ദിവസം, ഈ കല്യാണം കഴിഞ്ഞ ശേഷമേ കടയിലേക്ക് വരുള്ളൂ. വീട്ടിൽ ഒരുപാട് തിരക്കുണ്ട്. അതുകൊണ്ട് ജോസഫ് അന്ന് കട പൂട്ടി ഗുരുവായൂർ കിഴക്കേ നടയിൽ പതിവ് പോലെ എത്തി. എന്നത്തെയും പോലെ ജോസഫ് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ അവസാനം വരുന്ന നേരം ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഗുരുവായൂരപ്പനോട് യാത്ര പറഞ്ഞു. കൂട്ടത്തിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ എൻ്റെ കല്യാണമാണ്, വന്നേക്കണം കേട്ടോ എന്നും പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് ജോസഫ് വീട്ടിലേക്ക് പോയി. പിന്നീട് ജോസഫിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കുകളായി, ഒരുക്കൂട്ടങ്ങളായി. അന്നൊരു ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ജോസഫ് ഗുരുവായൂരിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഫോൺ വന്നു, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ്. എന്താണ് കാര്യം എന്നറിയാതെ ജോസഫ് വേഗം വീട്ടിലെത്തിയപ്പോൾ ഷോപ്പിങ്ങിന് പോയ വീട്ടുകാരെല്ലാവരും തിരിച്ചു വന്ന് ആകെ മൂഡൗട്ടായിട്ടിരിക്കുന്നുണ്ട്. മൂഡൗട്ടല്ല, എന്തോ സംഭവിച്ച പോലെ ഇരിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളിന്ന് മന്ത്രകോടി എടുക്കാൻ പോയല്ലോ. ജോസഫ് പറഞ്ഞു, ഉവ്, തൃശ്ശൂരിലെ പ്രമുഖമായ ഒരു വസ്ത്രസ്ഥാപനത്തിലേക്കാണ് ജോസഫിൻ്റെ വീട്ടുകാർ മണവാട്ടിക്കും മറ്റും എടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയത്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർ